പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 7 പ്രധാന വാർത്തകൾ. കഴിഞ്ഞ വർഷം ഒമാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 3939 മരണങ്ങൾ. രക്തചംക്രമണ സംബന്ധിയായ രോഗങ്ങളാണ് മരണങ്ങളുടെ പ്രധാന കാരണമെന്നും ആരോഗ്യ മന്ത്രാലയം കണക്കുകൾ വ്യക്തമാക്കുന്നു. ഗർഭധാരണം, പ്രസവം, പ്രസവാനന്തര രോഗങ്ങൾ എന്നിവയിലൂടെയുള്ള മരണങ്ങളാണ് ഏറ്റവും കുറവ്. ഈ മേഖലകളിൽ നിന്നാകെ 4 മരണങ്ങൾ. റോയൽ ആശുപത്രിയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും കുറവ് അൽവുസ്ത ഗവർണറേറ്റിലാണ്. പകർച്ചവ്യാധികളും സമാന അസുഖങ്ങളും കാരണം 590 പേർക്ക് ജീവൻ നഷ്ടമായി. മുഴകൾ വന്നത് 348 പേരുടെ മരണങ്ങൾക്ക് കാരണമായി. ജനനസങ്കീർണമായ 228 മരണങ്ങളും പരിക്കുകളും വിഷബാധകളും ജന്മനാലുള്ള വൈകല്യങ്ങളും കാരണം 100-ൽ പരം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ആദ്യ കുങ്കുമ കൃഷി ഫാം ജബൽ അൽ അക്തറിൽ ആരംഭിച്ചു. പ്രാദേശികമായി വിളയിച്ച ആദ്യ കുങ്കുമപ്പൂക്കൾ ഈ വർഷം അവസാനത്തോടെ വിളവെടുക്കാനാകും. വാണിജ്യാടിസ്ഥാനത്തിലുള്ള പുതിയ വിളകൾ രാജ്യത്തിന് അവതരിപ്പിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് ഉടമയായ സ്വദേശി പറഞ്ഞു. ഏറെ മൂല്യമുള്ളതിനാണ് കുങ്കുമം തിരഞ്ഞെടുത്തത്. ലോകത്തെ ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനമാണിത്. മാത്രമല്ല, ഇതിന് വലിയ സാമ്പത്തിക സാധ്യതയുമുണ്ട്. ഏതാനും രാജ്യങ്ങളിലാണ് കുങ്കുമം കൃഷി ചെയ്യുന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ കുങ്കുമ ഉൽപാദന പദ്ധതി സ്ഥാപിക്കുന്നത് രാജ്യത്തിന് ഏറെ മുതൽക്കൂട്ടാകും. പ്രാദേശിക വിപണിയെ പിന്തുണയ്ക്കുന്നതിനൊപ്പം മേഖല ആഗോള വിപണികളിലേക്ക് വ്യാപിപ്പിക്കുക കൂടി വേണം. ജബൽ അക്തറിലെ 1,00,000 ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് കുങ്കുമ കൃഷി ഫാം സ്ഥിതി ചെയ്യുന്നത്. അനുകൂല കാലാവസ്ഥ കാരണമാണ് ഈ പ്രദേശം തിരഞ്ഞെടുത്തത്. ശൈത്യകാല വിളയാണ് കുങ്കുമം. താഴ്ന്ന താപനിലയാണ് ആവശ്യം. മുട്ടുകൾ വിരിയുന്ന സമയത്ത് 18 ഡിഗ്രിയിൽ താഴെയാണ് താപനില വേണ്ടത്. പുഷ്പിക്കുന്ന ഘട്ടത്തിലും ഇതേ കാലാവസ്ഥ വേണം. എന്നാൽ മാത്രമേ നല്ല പുഷ്പങ്ങൾ വിരിയുകയുള്ളൂ. നെതർലാൻഡ്സിൽ നിന്നാണ് കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ ഇറക്കുമതി ചെയ്തത്. 9 ടണ്ണിലേറെ വരുന്ന 5 ലക്ഷം വിത്തുകളാണ് ഇവിടെ നട്ടത്. 3-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന മെസപ്പൊട്ടോമിയൻ നാഗരികതയുടെ നിർമ്മാണ വൈഭവം വിളിച്ചോതുന്നതാണ് ഇബ്രയിലെ പുരാവസ്തു സൂക്ഷിപ്പ് കേന്ദ്രമായ ബൈത്തു ദർവാസ. മെസപ്പൊട്ടോമിയൻ വാസ്തുചാരുതയുടെ സവിശേഷ ഘടകങ്ങൾ ബൈത്തു ദർവാസയുടെ നിർമ്മാണത്തിലും കാണുന്നുണ്ടെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. കെട്ടിടത്തിന്റെ കലാഭംഗിയും സൗകര്യങ്ങളുടെ വിസ്മയവുമാണ് ഈ അഭിപ്രായത്തിന് ശക്തി പകരുന്നത്. ഈ കെട്ടിടത്തിനുള്ളിൽ പകൽ സമയത്ത് വെളിച്ചം ലഭിക്കാൻ സൂര്യപ്രകാശം അകത്തു കടക്കുന്ന രൂപത്തിലാണ് ഇതിന്റെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. സൂര്യൻ ചലിക്കുന്നതിനനുസരിച്ച് വിവിധ മുറികളിൽ പ്രകാശമെത്തും. AD 1708 ഹിജ്റ 120 നിർമ്മിക്കപ്പെട്ടതാണ് ഈ വിളക്കുമാടം. പുരാതന ഗ്രാമമായ അൽ മിൻസിഫ ഗ്രാമത്തിന്റെ ഈ പൈതൃക കേന്ദ്രം ഒമാനിന്റെ ഗതാഗത ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്. ധാരാളം പുരാവസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. രാജ്യത്ത് താപനില കുറഞ്ഞതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട്. ഏറ്റവും ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്തത് ഹംറ അദൂറിലാണ്, 41.9 ഡിഗ്രി സെൽഷ്യസ്. ഈ പ്രദേശങ്ങളിൽ ദിവസങ്ങൾക്ക് മുമ്പ് 47 ഡിഗ്രിക്ക് മുകളിലായിരുന്നു ഊഷ്മാവ്. ദമാവാത്തൈൻ പ്രദേശത്ത് 41.7 ഡിഗ്രിയും സുനൈനയിൽ 41.4 ഡിഗ്രിയും വാദി അൽ മഅവിൽ 41.2 ഡിഗ്രിയും ബിദ്ബിൽ 41 ഡിഗ്രിയും താപനില രേഖപ്പെടുത്തി. മക്ഷിൻ, സമായിൽ, അൽ മസ്യൂന സ്റ്റേഷനുകളാണ് 40 ഡിഗ്രിക്ക് മുകളിൽ താപനില റിപ്പോർട്ട് ചെയ്ത മറ്റു സ്ഥലങ്ങൾ. ഏറ്റവും കുറഞ്ഞ താപനില ജബൽ ഷംസിലായിരുന്നു, 12.8 ഡിഗ്രി സെൽഷ്യസ്. ഷലീമിൽ 22.3 ഡിഗ്രിയും ജഅലൂനി ഹലാനിയാത്ത് സ്റ്റേഷനുകളിൽ 23.7 ഡിഗ്രിയും താഖയിൽ 24.8 ഡിഗ്രിയും ഹൈമയിൽ 24.9 ഡിഗ്രിയും സലാലയിൽ 25.2 ഡിഗ്രിയും സദയിൽ 25.4 ഡിഗ്രിയും താപനില അനുഭവപ്പെട്ടു. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇറാഖിനെതിരെ തോൽവി വഴങ്ങിയതിന്റെ നിരാശ വിട്ട് തുടർ പോരാട്ടങ്ങളിലേക്കുള്ള മുന്നൊരുക്കങ്ങൾക്ക് ഒമാൻ. മികച്ച കളി പുറത്തെടുത്ത ടീം സമനിലയെങ്കിലും അർഹിച്ചിരുന്നുവെന്ന് പരിശീലകൻ സിൽഹാവി മത്സരശേഷം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിലപ്പെട്ട 3 പോയിന്റുകളാണ് പാഴാക്കിയത്. എങ്കിലും ടീം തിരിച്ചുവരുമെന്നും പരിശീലകൻ പറഞ്ഞു. മികച്ച പ്രകടനമാണ് ടീം പുറത്തെടുത്തത്. നല്ല മത്സരം കാഴ്ചവെച്ചുവെങ്കിലും തങ്ങൾക്ക് ഭാഗ്യമുണ്ടായില്ല. ഫലം മികച്ചതാക്കാൻ നിരവധി അവസരങ്ങൾ ലഭിച്ചിരുന്നു. കോർണർ മുതലെടുത്ത് സ്കോറിംഗ് തുറക്കാൻ ഇറാഖ് ടീമിന് സാധിച്ചു. പരിക്കുകൾ ടീമിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ടീമിനെ നിർബന്ധിതരാക്കി. മത്സരത്തിലുടനീളം
പൊരുതി കളിച്ച തന്റെ താരങ്ങൾക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും സിൽഹാവി പറഞ്ഞു. വ്യാഴാഴ്ച നടന്ന മത്സരത്തിൽ കളിയുടെ 13-ാം മിനിറ്റിൽ ഐമൻ ഹുസൈനാണ് ഇറാഖിന് വേണ്ടി ഗോൾ നേടിയത്. 95-ാം മിനിറ്റിൽ ഒമാന്റെ അർഷദ് അൽ അലവി ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് ടീമിന്റെ അടുത്ത മത്സരത്തെയും ബാധിക്കും. ഇരുപാദങ്ങളിലുമായി മികച്ച കളിയാണ് ചെമ്പട പുറത്തെടുത്തത്. ആദ്യ മിനിറ്റുകളിൽ മാത്രമാണ് ഇറാഖ് ടീമിന് ആധിപത്യം ലഭിച്ചത്. കളിയിൽ 11 ഷോട്ടുകൾ പായിച്ച ഒമാൻ ടീമിന്റെ മുന്നേറ്റത്തിന്റെ ഷോട്ടുകളിൽ 5 ഗോൾ വലയ്ക്ക് നേരെയായിരുന്നു. കളിയിൽ 59% സമയവും പന്ത് കൈവശം വെച്ചതും ഒമാനായിരുന്നു. 7 കോർണറുകൾ ലഭിച്ചെങ്കിലും ഒമാൻ താരങ്ങൾക്ക് ഗോളാക്കി മാറ്റാൻ സാധിച്ചിരുന്നില്ല. യോഗ്യതാ റൗണ്ടിലെ 2ാം മത്സരത്തിൽ ഈ മാസം 10-ന് ഒമാൻ ദക്ഷിണ കൊറിയയെയും നേരിടും. മസ്കത്തിലാണ് മത്സരം. പിന്നീട് ഒക്ടോബറിലാണ് മത്സരമുണ്ടാകുക. ഒക്ടോബർ 10-ന് കുവൈത്തുമായും 15-ന് ജോർദാനുമായും ഏറ്റുമുട്ടും. നവംബർ 14-ന് ഫലസ്തീനെതിരെയും 19-ന് ഇറാഖിനെതിരെയുമാണ് തുടർന്നുള്ള മത്സരങ്ങൾ. തുടർന്ന് അടുത്ത വർഷം മാർച്ചിലാണ് മത്സരങ്ങൾ നടക്കുക. മാർച്ച് 20-ന് കൊറിയയെയും 25-ന് കുവൈത്തിനെയും നേരിടും. തുടർന്ന് ജൂൺ 5-ന് ജോർദാനുമായും 10-ന് ഫലസ്തീനുമായും ഏറ്റുമുട്ടും. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെ മഴ ലഭിച്ചു. രാവിലെ മുതൽ ആരംഭിച്ച മഴ വൈകുന്നേരവും തുടർന്നു. മഴ പെയ്ത സ്ഥലങ്ങളിൽ താപനില താഴുകയും ചെയ്തു. കനത്ത കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയായിരുന്നു മഴ. നിസ്വ, ആദം, മുദൈബി, ഇസ്കി എന്നിവിടങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത്. കഴിഞ്ഞ ആഴ്ചകളിൽ വിവിധയിടങ്ങളിൽ മഴ പെയ്തിരുന്നു. വരും ദിവസങ്ങളിലും അസ്ഥിര കാലാവസ്ഥ തുടരും. എന്നാൽ തലസ്ഥാനം ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും പകലിൽ കനത്ത ചൂട് അനുഭവപ്പെട്ടു. ഇബ്രി അറാഖിയിലെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആലപ്പുഴ ഏറുമാത്തൂർ കുറുമ്പംതറ ഹൗസിൽ ഫിലിപ്പ് ജോയ് നിസ്വ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു. ജോലിസ്ഥലത്ത് വെച്ചുണ്ടായ അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു. ഇവിടെ വെച്ചാണ് മരണം സംഭവിക്കുന്നത്. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വെള്ളിയാഴ്ച രാവിലെ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഇന്ന് ഉച്ചതിരിഞ്ഞ് ഏറുമാത്തൂർ സെന്റ് തോമസ് CSI ചർച്ചിൽ സംസ്കാരം നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇബ്രിയിലെ സാമൂഹിക പ്രവർത്തകരായ കുമാർ, സുഭാഷ്, ഹരിദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി. കോട്ടയം ജില്ലയുടെ 75ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കോട്ടയം പ്രവാസി ഡിസ്ട്രിക്ട് അസോസിയേഷൻ ഒമാൻ ഉത്സവരാവ് 2024 സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ പോൾ സക്കറിയ മുഖ്യാതിഥിയായിരുന്നു. അഭിനേത്രി ആശ അരവിന്ദ്, ഡോക്ടർ താലിബ് അൽ ബലൂഷി എന്നിവരെ കോട്ടയം പ്രവാസി അസോസിയേഷൻ ആദരിച്ചു. റജി രാമപുരത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ബിനീത രഞ്ജിത്തും ജിൻസ് ഗോപിനാഥും അവതരിപ്പിച്ച ഗാനമേളയും കോമഡിയും ശ്രദ്ധേയമായി. കോട്ടയം പ്രവാസികളുടെ പാട്ടും KDPA അംഗങ്ങളുടെ കുട്ടികളുടെയും വനിതാ വിങ്ങിന്റെയും ദൃശ്യമനോഹരമായ നൃത്തങ്ങളും അടങ്ങിയ സംഗീത നൃത്തരാവിൽ ഏകദേശം 1500ഓളം ആളുകൾ പങ്കെടുത്തു. സുപ്രീം കൗൺസിൽ അംഗവും അജ്മാൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമി ഭരണസാരഥ്യത്തിൽ 43-ാം വാർഷികം ആഘോഷിക്കുന്നു. പിതാവ് പരേതനായ ഷെയ്ഖ് റാഷിദ് ബിൻ ഹുമൈദ് അൽ നുഐമിയുടെ പിൻഗാമിയായി 1981 സെപ്റ്റംബർ 6-നാണ് അദ്ദേഹം എമിറേറ്റിന്റെ ഭരണം ഏറ്റെടുത്തത്. അജ്മാന്റെ നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും UAE-യുടെ ജ്ഞാനപൂർവമായ നേതൃത്വത്തിന് കീഴിൽ രാജ്യത്തിന് മുൻനിര സ്ഥാനം ഉറപ്പിക്കുന്നതിനുമായി അദ്ദേഹം നേതൃപാടവം വിനിയോഗിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അജ്മാൻ എല്ലാ മേഖലകളിലും അത്ഭുതപൂർവമായ നവോത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു. ചെറുപ്പം മുതലേ പിതാവിന്റെ സാമീപ്യത്തിലൂടെ സർക്കാർ ഭരണകാര്യങ്ങളിൽ പരിശീലനം നേടിയ അദ്ദേഹം 1960-ൽ അദ്ദേഹത്തെ കിരീടാവകാശിയായി തിരഞ്ഞെടുത്തു. 1966-ൽ ക്രൂഷ്യൽ സ്റ്റേറ്റ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. 4 പതിറ്റാണ്ടിലേറെയായി രാഷ്ട്രത്തിന്റെ വികസന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിൽ അദ്ദേഹം അർപ്പണബോധത്തോടെയും ആത്മാർത്ഥതയോടെയും പ്രവർത്തിച്ചു. തുടക്കം മുതൽ വിദ്യാഭ്യാസ മേഖല അദ്ദേഹത്തിന്റെ ചിന്തയും ശ്രദ്ധയും ഉൾക്കൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന സ്തംഭമാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് കാര്യമായ സംഭാവന നൽകുകയും 1960-ൽ അദ്ദേഹത്തെ പെൺകുട്ടികളുടെ സ്കൂൾ തുറക്കുകയും ചെയ്തു. സ്വകാര്യ സർവകലാശാല വിദ്യാഭ്യാസ മേഖലയിലെ ആദ്യത്തെ ശാസ്ത്ര സ്ഥാപനമായ അജ്മാൻ യൂണിവേഴ്സിറ്റി കോളേജ് 1988-ൽ അദ്ദേഹം സ്പോൺസർ ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.